വെൽക്കം ബാക്ക് ടു കിച്ചൺ ടൈൽസ്. ഇന്ന് കള്ള് ചേർക്കാത്ത 2 ടൈപ്പ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മധുരമുള്ള തിന്നായിട്ടുള്ള അപ്പവും, രണ്ടാമത് ചെയ്യാൻ പോകുന്നത് കുറച്ച് കട്ടിയുള്ളതും ജീരകവും ഉള്ളിയുടെയൊക്കെ ടേസ്റ്റുള്ള അപ്പവുമാണ്. ഞാനൊരു 25 to 30 അപ്പത്തിൻ്റെ മെഷർമെൻ്റാണ് പറയാൻ പോകുന്നത്. ഒരു കപ്പിലോട്ട് 2 കപ്പ് നല്ല ടൈപ്പ് പച്ചരി ആഡ് ചെയ്യാം. എപ്പോഴും ഇതുപോലെ കറക്റ്റായിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒരു 5 hours ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. പച്ചരി ഇപ്പോൾ 5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് കപ്പിലാണ് മെഷർ ചെയ്തത് ആ കപ്പിൽ തന്നെ 2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഇതുപോലെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് തന്നെ. ആൻഡ് സെയിം കപ്പിൽ തന്നെ കുക്ക്ഡ് റൈസ് 1 കപ്പ്. റൈസും എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ചോറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. റൈസും കോക്കനട്ടും നമുക്ക് വേറൊരു ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. കോക്കനട്ടും റൈസും കൂടി ഒരു മീഡിയം ലെവലിൽ അരച്ചെടുത്താൽ മതി. തീരെ ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനിയൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. എപ്പോഴും ഈസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് റൈസ് എടുക്കുവാണെങ്കിൽ എപ്പോഴും ചെറിയ ബാച്ചസിൽ വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. മെയിൻ തിങ് കോക്കനട്ടും റൈസും കൂടി ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ചൂടാവാൻ പാടില്ല. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ കോക്കനട്ടും റൈസും കൂടി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ആഡ് ചെയ്ത് അരച്ചാൽ മതിയോ. ഇനി റൈസ് നമ്മൾ സോക്ക് ചെയ്ത റൈസ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി സോക്ക് ചെയ്ത റൈസും ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ 2 ബാച്ചസ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണമെന്നില്ല, തൊട്ട് മുമ്പത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരു 1/4 കപ്പ് വാട്ടറും കൂടി ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാം. ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വാട്ടർ ആഡ് ചെയ്താൽ മതി. റോ റൈസ് അരച്ചത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് തേങ്ങ അരച്ചതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ട് വേണം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് മധുരമുള്ള അപ്പമാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബാറ്റർ വാട്ടറി ആവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം ഷുഗർ ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് സോൾട്ട് 1/2 ടീസ്പൂൺ. ആൻഡ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 7 hours ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. എപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പത്തിൻ്റെ ടെക്സ്ചറിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ എപ്പോഴും മൂടി കുറച്ച് തുറന്ന് വെക്കാം. ആദ്യം ഞാൻ പറഞ്ഞ മധുരമുള്ള കുറച്ച് തിന്നായിട്ടുള്ള അപ്പം ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമതേ പറഞ്ഞ കുറച്ച് കട്ടിയുള്ള ജീരകവും ഉള്ളിയുടെയൊക്കെ ടേസ്റ്റുള്ള അപ്പമാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 25 to 30 അപ്പത്തിൻ്റെ മെഷർമെൻറ്റാണ് പറയാൻ പോകുന്നത്. ഒരു 2 കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 5 hours ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. സോ ഇനി വേണ്ടത് ഒരു 1/4 ഗ്ലാസ് തേങ്ങയുടെ വെള്ളമാണ്. ഈ തേങ്ങയുടെ വെള്ളത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 7 hours ഇതും ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഈ അപ്പത്തിൽ കള്ള് ചേർക്കാത്ത കാരണം ഒരു കള്ളിൻ്റെ ഫ്ലേവർ കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ തേങ്ങാവെള്ളമാണ്. അപ്പോൾ ഇത് ഒരു 7 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്തിട്ട് വേണം റൈസിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട്. ഈ ഒരു ടൈപ്പ് അപ്പത്തിന് നമ്മൾ സോക്ക് ചെയ്ത റൈസ് എപ്പോഴും ഇതുപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. സ്ട്രെയിൻ ചെയ്ത അരി ഒരു മിക്സർ ജാറിലോട്ട് ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച തേങ്ങയുടെ വെള്ളം ഉപയോഗിച്ച് ഒരു തിക്ക് പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം.
ഈ ഒരു അപ്പത്തിന് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയുടെ വെള്ളം വേണം ആഡ് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് ഒരു 3/4 ഗ്ലാസ്സാണ് നമ്മൾ നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചത്. ആൻഡ് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. നമ്മൾ ഏത് കപ്പിലാണ് റൈസ് മെഷർ ചെയ്തതെന്ന് വെച്ചാൽ ആ സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, 2 ടേബിൾ സ്പൂൺ കുക്ക്ഡ് റൈസ്, 5 ഷാലറ്റ്സ്, 4 to 5 ഗാർലിക് ക്ലോവ്സ് ആൻഡ് 2 പിഞ്ച് ക്യുമിൻ സീഡ്, ജീരകം. ഇത്രയൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ കോക്കനട്ട് മിക്സ് ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലിൽ തന്നെ ഗ്രൈൻഡ് ചെയ്താൽ മതി. ഒരു 1/4 കപ്പ് വാട്ടറും കൂടി ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചരിയിലോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 7 hours ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആൻഡ് ഈ ഒരു മാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂടി വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് തുറന്ന് വേണം വെക്കാനായിട്ട്. ഇനി ആദ്യം നമ്മൾ അരച്ച് വെച്ച തിന്നായിട്ട് കുറച്ച് സ്വീറ്റായിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെപ്പോഴും ഇതുപോലെ നോൺ സ്റ്റിക്ക് ചട്ടിയാണ് എപ്പോഴും നല്ലത്. ഇനി ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നല്ലെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് ഈ ചട്ടി ഒന്ന് കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഈ അപ്പത്തിൻ്റെ ബാറ്റർ ആഡ് ചെയ്യാം. ഞാൻ ഇതുപോലെ റോൾ ചെയ്യാം. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഈ ഒരു അപ്പത്തിന് എപ്പോഴും നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടി വെള്ളവും ഷുഗറും ഉപ്പും എല്ലാം വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഈ ബാറ്ററിലോട്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് ഈ ബാറ്റർ ആഡ് ചെയ്യാം. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കട്ടിയുള്ള അപ്പത്തിൻ്റെ ബാറ്റർ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും കൂടി ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യുക. ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 minutes കൂടി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ട് വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്. ഈ കട്ടിയുള്ള അപ്പം എപ്പോഴും ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നല്ലെണ്ണ അപ്ലൈ ചെയ്ത് ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ അപ്പം ആഡ് ചെയ്യാം. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അതിനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആൻഡ് ഇതുപോലെ ഹോൾസ് വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പവും കൂടി റെഡിയാക്കിയെടുക്കാം. ഈ ഒരു ടൈപ്പ് അപ്പം എപ്പോഴും നോൺ വെജ് കറിയുടെ കൂടെയാണ് എപ്പോഴും ടേസ്റ്റ്. അങ്ങനെ 2 ടൈപ്പ് അപ്പവും റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോൺ വെജിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന കുറച്ച് കട്ടിയുള്ള കള്ള് യൂസ് ചെയ്യാത്ത കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത നൈസായിട്ടുള്ള കുറച്ച് സ്വീറ്റായിട്ടുള്ള അപ്പം